ഹലോ ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു ഈസി ലെസൺസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ഒരു അക്കാഡമിക് സബ്ജക്റ്റുമായിട്ടല്ല. മോർ ദാൻ അക്കാഡമിക് സബ്ജക്റ്റ്, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് റിലേറ്റഡ് ടു യുവർ അക്കാഡമിക്സ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് അറിയുന്നത് പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വി നോ ദാറ്റ് ഫോർ മോർ ദാൻ 1.5 years വി ഹാവ് ബീൻ പാസിങ് ത്രൂ എ വെരി ടഫ് സിറ്റുവേഷൻ. കോവിഡ് കാരണം നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റംസ്, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് സിസ്റ്റം എല്ലാം ഒരു പ്രത്യേക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഓൺലൈൻ മീറ്റിങ്ങുകൾക്കും ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ വളരെയധികം സാധ്യതകളും അല്ലെങ്കിൽ സാധ്യതകളേക്കാൾ ഉപരി അത് ഒരു അത്യാവശ്യവുമായി മാറി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ടുഡേ ഇൻ ദിസ് വീഡിയോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ സം ഓഫ് ദ ടിപ്സ് with you to improve your online presentation, or how effectively can you make your online meetings. Okay, so let us move on to the topic. There are certain key points to be kept in our mind for making our online meetings and online presentations more effective and more perfect. And the main key points to be kept in our mind are preparations and mannerisms, eye contact, wardrobes, body postures, technical preparations. ഓക്കെ, ഈ ഒരു 5 പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താ പറയുക, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ മീറ്റിംഗ്സ്, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂസൊക്കെ ഒരു പരിധി വരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ലെറ്റ് us move on to the first point, that is preparations and mannerisms. പ്രിപ്പറേഷൻ ആൻഡ് മാനറിസംസ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിനേക്കാൾ മുൻപ് നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങിനെ കുറിച്ച് അതായത് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ഓൺലൈൻ മീറ്റിങ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കേണ്ടി വരിക എന്നൊന്ന് നോക്കാം. സംടൈംസ് യു മേ ബി അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ, സംടൈംസ് യു മേ ബി കണ്ടക്ടിങ് ആൻ ഇൻ്റർവ്യൂ, or you may be holding some personal meetings, that means purely informal meetings, or you may be in a formal meeting. അങ്ങനെ പലതരത്തിലുള്ള മീറ്റിങ്സ് ആയിരിക്കാം നമുക്ക് എന്താ പറയുക നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ്, ഇഫ് യു ആർ ദ ലീഡർ ഓഫ് ദ മീറ്റിംഗ് ഓർ ഇഫ് യു ആർ ദ ഹോസ്റ്റ് ഓഫ് ദ മീറ്റിംഗ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ധാരണ നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത്, ആസ് യു ആർ ദ ലീഡർ യു മസ്റ്റ് ബി ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഓഫ് ദാറ്റ് മീറ്റിംഗ്. നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ, നിങ്ങൾ എങ്ങനെയാണോ മീറ്റിങ്ങിനെ മനസ്സിലേക്ക് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇഫക്റ്റീവും സക്സസ്ഫുള്ളായിരിക്കും മീറ്റിംഗ്. കാരണം നിങ്ങളുടെ എനർജി ലെവൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ പാർട്ടിസിപ്പൻസിലേക്ക് ഷെയർ ചെയ്ത് പോവുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ബിഫോർ പാസിംഗ് ഓൺ ടു ദ പ്രിപ്പറേഷൻ ആൻഡ് മാനറിസംസ്, just accept that you are the leader of the meeting. Okay, and as a leader what all things you have to kept in mind, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We all are familiar with the quote or saying, first impression is the best impression. It's exactly a true fact. ഒരു മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ പ്രസൻറ്റബിൾ ആകുന്നത്, ദാറ്റ് വിൽ ബി the മെയിൻ ഫാക്ടർ ഓഫ് ദ സക്സസ് ഓഫ് ദ മീറ്റിംഗ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു മീറ്റിംഗ് തുടങ്ങി, നമ്മൾ വളരെയധികം എക്സ്പെക്റ്റേഷനോടുകൂടി ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളൊരു ലീഡറെ, നമ്മുടെ ടീം ലീഡറെ മീറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മൾ മീറ്റിംഗ് ഓൺ ചെയ്ത് നമ്മളൊരു ഹറിബറിയിൽ എന്തൊക്കെയോ പറഞ്ഞു, നമ്മൾ ആരാന്നൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, എന്തൊക്കെയോ ഒരു വെപ്രാളത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി an utter failure. So for making that particular meeting a perfect one, a disciplined one, you have to prepare an agenda and distribute to all the participants before the meeting. മീറ്റിംഗ് തുടങ്ങുന്നതിനേക്കാൾ മുൻപ്, അല്ലെങ്കിൽ മീറ്റിങ്ങിനെ കുറിച്ച് നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമല്ലോ, ആ സമയത്ത് തന്നെ പാർട്ടിസിപ്പൻസിന് മീറ്റിങ്ങിൻ്റെ ഒരു അജണ്ട ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഷോസ് യുവർ ലീഡർഷിപ്പ്, ഇറ്റ് ഷോസ് യുവർ റെസ്പോൺസിബിലിറ്റി, how much responsible you are, how much seriously you are looking into that meeting. മോറോവർ അതിനേക്കാളും പാർട്ടിസിപ്പൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് we will get a picture regarding what all things we are going to discuss and what all things we have to be prepared. കാരണം മീറ്റിങ്ങിൽ എന്തെങ്കിലും ഡിസ്കഷൻസ് വരുമ്പോൾ, അതിൻ്റെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് നമുക്ക് പറയേണ്ടി വരുമ്പോൾ, നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിൻറ്റ്സോ നമ്മൾ കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു പിക്ചർ കിട്ടാനായിട്ട് ഈ അജണ്ട ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
So that's a very important point. If you are conducting a meeting, or if you are the leader of the meeting, or you are the host of the meeting, you have to distribute an agenda to all the participants before the meeting. And next point, get all your required materials ready near you. അതൊരു പാർട്ടിസിപ്പൻ്റ് ആണെങ്കിലും ഒരു ലീഡർ ആണെങ്കിലും മീറ്റിങ്ങിൻ്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ മീറ്റിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇഫ് യു ആർ ദ ടീച്ചർ ആൻഡ് യു ആർ ഡിസ്കസിങ് വിത്ത് ദ പാരൻസ്, നിങ്ങളുടെ റിപ്പോർട്ട്സ് ആ ഓരോ സ്റ്റുഡൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഐദർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ നമുക്ക് മീറ്റിങ്ങിൻ്റെ ഇടയിൽ നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ, അതല്ലാതെ ഇൻ ബിറ്റ്വീൻ ദ മീറ്റിംഗ് യു ഡോണ്ട് മൂവ് അറൗണ്ട് ദ ഹാൾ. ഇപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് എംറ്റി സ്ക്രീൻ, അവിടെ ബ്ലാങ്ക് സ്ക്രീൻ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് ഫയലെടുത്ത്, അതൊന്നും ഒരു പ്രൊഫഷണലിസം അല്ല. സോ ഗെറ്റ് ഓൾ ദ റിക്വയർഡ് മെറ്റീരിയൽസ് റെഡി നിയർ ടു യു. And another factor is that encourage the participants to speak and introduce themselves. നോർമലി നമ്മളിപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങിൽ കാണുന്ന ഒരു എന്താ പറയുക, വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്, ആരും തന്നെ സംസാരിക്കാൻ മുന്നോട്ട് വരാറില്ല. അതൊരു ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, ഓൺലൈൻ മീറ്റിംഗ് ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ലീഡർ ഷുഡ് ബി വൺ എമംഗ് ദ ഗ്രൂപ്പ്. അവർക്ക് ഞങ്ങളൊരു ഫീലിംഗ് വരണം. അതായത് ലീഡർ എന്ന് പറഞ്ഞ് ആരോ വേറിട്ട് നിൽക്കുന്നൊരു വ്യക്തിത്വമല്ല, നമ്മുടെ കൂടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണെന്ന് തോന്നണം. സോ ഓൾവേസ് ഗീവ് സം പോയിൻറ്റ്സ്, ഗീവ് സം മാറ്റേഴ്സ് ഫോർ ഡിസ്കഷൻ. ആൻഡ് നിങ്ങൾക്ക് പേരെടുത്ത് വിളിക്കാം ഓരോരുത്തരെ, ഇന്ന ആൾ ഒന്ന് അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ പറയൂ എന്ന് പറയുമ്പോൾ, ആൻഡ് ആസ്ക് ദം ടു ഗീവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലീസ് ഗീവ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ ആൻഡ് ദെൻ ഗീവ് എ സജഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ലീഡറാണെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കിട്ടും. മാത്രമല്ല അവർക്ക് അവിടെ ഒരു സ്പേസ് കിട്ടിയൊരു ഫീലിംഗ് ഉണ്ടാവും ആ മീറ്റിങ്ങിൽ. ഞാൻ ഇന്ന ആളാണ്, മൈ ഡെസിഗ്നേഷൻസ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ വി ആർ ആക്ച്വലി റെസ്പെക്റ്റഡ്. we are getting an impression that we are being respected there. അപ്പോൾ എപ്പോഴും ആ പാർട്ടിസിപ്പൻസിന് ഒരു ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് ഫൈനലി നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ, പാർട്ടിസിപ്പൻ്റ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കീപ് ഓൾ യുവർ ഡിസ്റ്റർബിങ് ഫാക്ടേഴ്സ് ഫാർ അസൈഡ് എന്ന് പറയുമ്പോൾ, സാധാരണ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുടെ സിസ്റ്റത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്ന സൗണ്ടുകൾ. അപ്പം നമ്മളത് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ ഓൾറെഡി ഒരു ടെൻസ്ഡ് ആയിട്ട് അതിന് ഇരിക്കുന്നുണ്ടായിരിക്കാം അല്ലേ. പാർട്ടിസിപ്പൻസ് ഒരു ടെൻസ്ഡ് അവസ്ഥയിലായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. So at that time when you hear some disturbing noises from the other side, it will distract you a lot. Same is in the case of participant also. പാർട്ടിസിപ്പൻ്റ് ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയാണ്, നമ്മളാണ് പാർട്ടിസിപ്പൻ്റ് അപ്ലിക്കൻ്റ് എന്ന് വിചാരിക്കുക. ആൻഡ് ഇഫ് നമ്മുടെ ഫോൺ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടല്ല വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവറിന് അത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇടയിൽ കൂടെ നമ്മുടെ വാട്സാപ്പ് മെസ്സേജസ് വരുന്നത്, നോട്ടിഫിക്കേഷൻസ് വരുന്നത്, അതൊരു വളരെ എന്താ പറയുക ഇമ്മെച്യൂർഡ് വേ ഓഫ് ഹാൻഡ്ലിങ് ദ മീറ്റിംഗ് ആണ്. അതുപോലെ ഡിസ്റ്റർബിങ് ഫാക്ടേഴ്സ് എല്ലാം മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുന്നത് നിങ്ങളൊരു പ്രൈവറ്റ് റൂമിലായിരിക്കില്ല. നെറ്റ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഡാറ്റയുടെ പ്രത്യേകതകൾ കൊണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹാളിൽ ഇരിക്കേണ്ടി വരാം. അപ്പോൾ അവിടെ കുറേ അധികം ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഡിസ്റ്റർബിങ് ഫാക്ടേഴ്സിൽ നിന്നെല്ലാം മാറി വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം നിങ്ങൾ എപ്പോഴും ഇരിക്കാനായിട്ട്. സോ ദാറ്റ് യു വിൽ ബി കംഫർട്ടബിൾ. അതർവൈസ് യു വിൽ ബി വെരി മച്ച് ഈഗർ അബൌട്ട് യുവർ സറൗണ്ടിങ്സ്. നമ്മളെ വിളിക്കുന്ന സമയത്ത്, നമ്മളെ മൈക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് വേറെ ആരെങ്കിലും സംസാരിക്കുമോ, വേറെ എന്തെങ്കിലും സൗണ്ട് വരുമോ, ഡിസ്റ്റർബൻസ് വരുമോ, ഇങ്ങനെ പലവിധ ഫാക്ടേഴ്സ് കാരണം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈല്, നമ്മുടെ മറ്റെന്തെങ്കിലും സൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ഡിവൈസസ്, അതുപോലെ നമ്മുടെ എൻവിറോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ, ഇവരെയൊക്കെ നമ്മൾ കെയർ ചെയ്തുകൊണ്ട് വേണം ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഫൈനലി പീപ്പിൾ ഓൾ ലവ് വിഷ്വൽസ് അല്ലേ. നമ്മളൊരു ബുക്ക് വായിക്കുന്നതിനേക്കാൾ ഒരു സിനിമ കാണുന്നതാണ് കൂടുതലും ആളുകൾ ഇഷ്ടപ്പെടുക.
റീഡിങ് ഹാബിറ്റ് വളരെ നല്ലതാണ് എന്നല്ല പറഞ്ഞത്, പക്ഷേ വിഷ്വൽസിന് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ബുക്ക് വായിക്കുന്ന പോലും എന്താ പറയുക, പിക്ചർ ബുക്സാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഹ്യൂമൻ മൈൻഡ്, എപ്പോഴും വിഷ്വൽസിനോടാണ് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. സോ ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് യു പ്രസൻറ്റ് ദ മാറ്റേഴ്സ് യൂസിങ് സ്മോൾ PPTs. PPTs പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കളർഫുള്ളായിട്ട് എവറി സ്ലൈഡ്സും എന്താ പറയുക, ഒരു കണക്ഷനും ഇല്ലാതെ ഒരു കോമ്പിനേഷനും ഇല്ലാതെ അങ്ങനെ പ്രിപ്പയർ ചെയ്യണേക്കാൾ നല്ലത് എപ്പോഴും ഒരു നല്ല തീം സെലക്ട് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ പോകുന്നതായിരിക്കും. മാത്രമല്ല ചെറിയ ചെറിയ വീഡിയോസ്, ഇനി അങ്ങനെ PPT ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് കൺജസ്റ്റഡ് ആയിരിക്കരുത്. കുറേ അധികം മാറ്റേഴ്സ് എഴുതരുത് ആ പോയിന്റിനെ കുറിച്ച്. ജസ്റ്റ് ആ ഹെഡിങ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യാനേ പാടുള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ ഡീറ്റെയിൽഡായിട്ട്. സോ എപ്പോഴും വിഷ്വൽ പ്രസൻറ്റേഷൻസ് അല്ലെങ്കിൽ വിഷ്വലൈസേഷന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് കീപ് ദ മീറ്റിംഗ് എൻഗേജ്ഡ്. അതായത് ഒരു ഡിലേ, ഇപ്പോൾ കുറച്ച് നേരം ഒരാൾ സംസാരിച്ചു, ലീഡർ സംസാരിച്ചു, പിന്നെ ഒരു വലിയ ഗ്യാപ്പ് വന്നു, അങ്ങനെയല്ലാതെ എപ്പോഴും മീറ്റിംഗ് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക, എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. അത് എങ്ങനെയാണ് എൻഗേജ്ഡ് ആക്കാനായിട്ട് പറ്റുക? നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക സംസാരിക്കാൻ. അതുപോലെ നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ്, ഇഫ് യു ആർ ഹാവിങ് എ പെർട്ടിക്കുലർ ഫിക്സഡ് അജണ്ട, ദ മീറ്റിംഗ് വിൽ ബി ഓൾവേസ് ബിസി. അതല്ലാതെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ആരും സിസ്റ്റത്തിൻ്റെ മുൻപിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വെൽ പ്ലാൻഡ് ആണ്, നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ അവർ മീറ്റിംഗ് വിൽ ബി എ വെരി ഗുഡ് ആൻഡ് a meeting without any lagging. Okay, and next is that നമുക്ക് എപ്പോഴും we know that we are a very busy person, always we are busy with something, but never be in a hurry in an online meeting. These points seems very simple, but these are very important points. Never block others conversation by cross talking. നമ്മളൊരാളൊരു ഒപ്പീനിയൻ പറയുമ്പോൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നും. അതിനെക്കുറിച്ച് എന്തെങ്കിലും യു വിൽ ബി ഹാവിങ് യുവർ ഓൺ സജഷൻസ്, ബട്ട് വെയിറ്റ് ഫോർ എ വൈൽ. ലെറ്റ് ദം ഫിനിഷ് ദെയർ ടോക്കിംഗ് ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പ്രൊസീഡ്. Even if you are the leader, you have no right to block others' conversation. Be calm and patient, and always try to use ഇൻസ്റ്റൻറ്റ് മെസ്സേജസ് വൈൽ അതേഴ്സ് ആർ ടോക്കിംഗ്. അതായത് നമുക്ക് ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും ഓർമ്മിപ്പിക്കണം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു മീറ്റിങ്ങിൽ നമ്മൾ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക, ആൻഡ് ദ ലീഡർ ഈസ് ടോക്കിംഗ് ആൻഡ് വി നോട്ടഡ് ദാറ്റ് ഹി ഹാസ് മിസ്ഡ് സം points. So in order to remind him that we cannot cross him, but you can instead use instant messages. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റ് ബോക്സിലോ നമുക്കത് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ സജഷൻസ് പറയാം. അതിനാണ് നമുക്ക് ചാറ്റ് ബോക്സ് ഉള്ളത്. അതുപോലെ എല്ലാവരും കൂടി സജഷൻ പറയാം. ഒരു വാട്ട് ഈസ് യുവർ സജഷൻ എന്ന് ഒരു പക്ഷേ ലീഡേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, ബട്ട് യു ആർ നോട്ട് സപ്പോസ് ടു സേ ടുഗെദർ. ചിലപ്പോൾ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിലൊക്കെ ഒരു ടീച്ചർ ഒരുപാട് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രൊഫഷണൽ മീറ്റിങ്ങിൽ ഒരിക്കലും, ഞാൻ ഇൻഫോർമൽ മീറ്റിങ്സിനെ കുറിച്ചല്ല പറയുന്നത്, ഫോർമൽ മീറ്റിങ്സിൽ ഒരിക്കലും ഒരുമിച്ച് സംസാരിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ പോയിൻറ്റ്സും നമുക്ക് കളക്റ്റീവ്ലി നമുക്ക് പറയാൻ പറ്റുക. നെവർ ബി ഇൻ എ ഹറി, ബി ഓൾവേസ് കാം ആൻഡ് പേഷ്യൻറ്റ്. ദാറ്റ് ഷോസ് യുവർ മെച്യൂരിറ്റി ആൻഡ് ദാറ്റ് ഷോസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്വയറ്റ് അറ്റ്മോസ്ഫിയറിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഇനി ഈവൻ ഇഫ് യു ആർ ലീഡർ, ഓൾവേസ് ട്രൈ ടു ഗീവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ദെൻ സ്റ്റാർട്ട് ദ മീറ്റിംഗ്. ഹലോ ഓൾ, ഐ എം സോ ആൻഡ് സോ, ഐ ആം ദ ന്യൂലി അപ്പോയിൻറ്റഡ് ഇൻ എ ഡെസിഗ്നേഷൻ പറയാം. ആൻഡ് I would like to share something with you, and I also want to familiarize you. I want to meet you in person, but as our situations are very tough situations, we can only communicate through online എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു അപ്പോളജി. അതായത് നമുക്ക് ആ പാർട്ടിസിപ്പൻസിനെ നമ്മളെ കൂടെ നിർത്താനായിട്ട് പറ്റണം. നമ്മളുടെ ഇടയിലുള്ള ഒരാളാണ് നമ്മുടെ ലീഡർ എന്ന് തോന്നണം. അതാണ് നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. That's all about the mannerisms and preparations. And then next we move on to the eye contact.
Eye contact is very, very important in online meeting. Eye contact is the way more intimate than words will ever be. നമ്മൾ എന്തൊക്കെയോ പറയുന്നോ ആയിക്കോട്ടെ, വീഡിയോ ഓൺ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പ്രൊഫഷണൽ മീറ്റിംഗ്സ് ഓർ ഫോർമൽ മീറ്റിംഗ്സ് വിൽ ബി വിത്ത് വീഡിയോ. ഓക്കെ, ദെൻ യുവർ ഐസ് സേസ് മച്ച് മോർ ദാൻ യുവർ വേർഡ്സ്. അപ്പോൾ നമ്മുടെ ലുക്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ കണ്ണുകളിൽ വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. സോ ഓൾവേസ് ബി പോസിറ്റീവ് and look at your participants with a very calm and patient way. At the same time, you must be energetic, you must be smart, you must be happy, you must be enthusiastic. അതൊരു പോസിറ്റീവ് പേഴ്സൻ്റെ മുൻപിലാണ് അവരിയ്ക്കുന്നത് എന്ന് ഫീൽ ചെയ്യണം. ഇനി അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ആർ സം പോയിൻറ്റ്സ്. അവിടെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം മീറ്റിങ്സിനെ. ഇറ്റ് മേ ബി എ ഫോർമൽ മീറ്റിംഗ് ഓർ ഇൻഫോർമൽ മീറ്റിംഗ്. ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സ്കാറ്റേർഡ് ആയിട്ട് പല ലൊക്കേഷൻസിൽ കിടക്കുന്ന മെമ്പേഴ്സ് തമ്മിലായിരിക്കും നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു ഫോർമൽ സ്മെല്ലില്ലാത്തത് കൊണ്ട് യു ക്യാൻ ഫോളോ സം ഇൻഫോർമൽ വേസ്. അതായത് നമുക്ക് സ്ക്രീനിൽ നോക്കി സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് നമ്മൾ കുറേ അധികം പാർട്ടിസിപ്പൻസിനെ കാണുന്നു. സോ യു ക്യാൻ ഫേസ് ഓൺ ദ സ്ക്രീൻ, യു ക്യാൻ ഫോക്കസ് യുവർ ഐസ് ഓൺ ദ screen. But always remember, when you are attending an interview or you are included in a one-to-one meeting, ഒരു face-to-face meeting പോലെ ആണ് എന്നുണ്ടെങ്കിൽ you always focus on your camera. Keep eyes on the screen only in a group call. Always keep your eyes on the camera in a face-to-face meeting. That's very important. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫോക്കസ്, യുവർ മൈൻഡ് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ദ മീറ്റിംഗ്. ബിക്കോസ് ഇഫ് യുവർ മൈൻഡ് ഈസ് നോട്ട് ഫോക്കസ്ഡ്, യുവർ ഐസ് വിൽ ക്ലിയർലി സേസ് ദാറ്റ്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ വേറെ എന്തൊക്കെ ആലോചിക്കുകയാണെങ്കിൽ യു ആർ മച്ച് ബോതേർഡ് അബൌട്ട് ദ ഫർദർ മീറ്റിങ്സ്. ഇനി എന്തൊക്കെ മീറ്റിംഗ് വേണം, അല്ലെങ്കിൽ എന്താണ്, എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു തോട്ട്ഫുൾ പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മീറ്റിംഗ് ഒരിക്കലും ഒരു സക്സസ്ഫുൾ മീറ്റിംഗ് ആയിരിക്കില്ല. അതുപോലെ എപ്പോഴും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിമൈൻഡേഴ്സ് ഒഫീഷ്യലായിട്ട് കുറച്ച് റൂഡൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വരാം നമുക്ക്. ബട്ട് അതിനൊക്കെ ഓരോ മാനറിസംസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ ക്യാമറയുടെ നേരെ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ നേരെ നമ്മുടെ ഫിംഗേഴ്സ് പോയിൻ്റ് ചെയ്ത്, അതായത് ഇന്ന ആളെ പോയിൻ്റ് ഔട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കരുത് ഒരിക്കലും. നമ്മുടെ കണ്ണുകൾ റൂഡാവും. ഫിംഗേഴ്സ് പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വേർഡ്സ് ഷാർപ്പാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ ആസ് യൂഷ്വൽ യു മസ്റ്റ് ലുക്ക് വെരി ഫ്രഷ്, എനർജറ്റിക് ആൻഡ് enthusiastic. So that is all about eye contact. So next is body postures. Confidence is the only key, and I can't think of any better representation of beauty than someone who is unafraid to be herself. So confidence is our beauty. നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടാണോ ആ മീറ്റിങ്ങിനെ ഫേസ് ചെയ്യുന്നത്, അതാണ് മീറ്റിങ്ങിൻ്റെ സക്സസ്ഫുൾനെസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ബോഡി പോസ്റ്റർ, അതായത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ആണ് നമ്മൾ ആ മീറ്റിങ്ങിനെ കാണുന്നത് എന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ബോഡി പോസ്റ്റേഴ്സ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഓൾവേസ് സിറ്റ് സ്ട്രെയിറ്റ് വിത്ത് നോട്ട് ഗിവിങ് യുവർ ഷോൾഡേഴ്സ് ടു മച്ച് പ്രഷർ. ഡോണ്ട് ലീൻ ബാക്ക് in your chair, as this can seem like you are also unbothered by the conversation and is not very much professional. Don't bend too much towards the system so that you look so confused. അപ്പോൾ കൂടുതലും മുൻപിലേക്ക് നമുക്ക് ചാഞ്ഞിരിക്കാനും പാടില്ല. ബാക്കിൽ വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ ചാരി ഇരുന്നൊരു ഒഫീഷ്യൽ പ്രസൻറ്റേഷനെ ഫേസ് ചെയ്യുന്നതും ശരിയല്ല. ഈവൻ ഇഫ് യു ആർ ദ ലിസണർ, യു ഹാവ് ടു ബി കീൻ ടു ദാറ്റ് മീറ്റിംഗ്. അപ്പോൾ നമ്മൾ സിറ്റ് സ്ട്രെയിറ്റ് എന്നാണ് പറയുക. ബാക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട്, ഷോൾഡർ സ്ട്രെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എയർ പിടിച്ച് നമുക്ക് എന്താ പറയുക, ഭയങ്കര പ്രഷറിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നരുത്. വളരെ റിലാക്സ്ഡ് ആയിട്ട്, എന്നാൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട്, കീനായിട്ട് നമ്മൾ ആ മീറ്റിങ്ങിനെ നോക്കി കാണുന്ന ഒരു ഫീലിംഗ് ആ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം.
And always remember that every blink, every grin, and every time you lean toward the camera has much power because they can't interpret your full body of energy. അപ്പോൾ നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ ഒരു ഹാഫ് പോർഷനാണ് കാണുന്നുള്ളൂ. ആ പോർഷൻ നമ്മൾ എങ്ങനെയാണോ പ്രസൻറ്റബിൾ ആവുന്നത്, അതല്ലാതെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോടു കൂടിയാണോ നമ്മൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വീക്ക് സിറ്റുവേഷനിലാണോ, ഇതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പാർട്ടിസിപ്പൻസ് സാധിക്കില്ല. അവരത് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ മീറ്റിങ്ങിൽ നമുക്ക് എന്തൊക്കെ ഫിസിക്കൽ ഡിസ്കംഫേർട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും യു ഷുഡ് ലുക്ക് വെരി സ്മാർട്ട് ആൻഡ് എനർജറ്റിക്. അവിടെ ഒരു ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു ആളാണ് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ഈവൻ ദോ ഹി ലുക്സ് വെരി സ്മാർട്ട് ആൻഡ് ഹീസ് യൂസിങ് ഹിസ് ആംസ്. എപ്പോഴും നമ്മൾ കൈകളെടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ പോയിൻറ്റ്സ് സ്ട്രെസ് ചെയ്യാനും നമ്മൾ പറയുന്ന പോയിൻറ്റ്സിന് കുറച്ചും കൂടി സ്ട്രെസ്സ് കൊടുത്ത് സംസാരിക്കാനും ഒക്കെ ഹാൻഡ് ജെസ്റ്റേഴ്സ് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ സീറ്റിംഗ് പോസ്റ്റേഴ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് നെഗറ്റീവ് ആണെങ്കിൽ യു കുഡ് ബി സേയിങ് ദ റൈറ്റ് തിങ്സ് ബട്ട് യുവർ ബോഡി ഈസ് കൺവേയിങ് തൗസൻഡ്സ് ഓഫ് നെഗറ്റീവ് ക്യൂസ് എന്നാണ് പറയുക. അപ്പോൾ നെഗറ്റിവിറ്റിയാണ് എപ്പോഴും എല്ലാവരും ഓർത്ത് വയ്ക്കുള്ളൂ. അതല്ലാതെ നമ്മൾ പറഞ്ഞ പോസിറ്റീവ്സ് ചിലപ്പോൾ മറന്നു പോകും. അപ്പം നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആക്ഷൻസിൽ നിന്ന് റിഫ്ലക്റ്റഡ് ആയിരിക്കണം. People who use their hands are even seen as more warm, agreeable and energetic compared to those who remain still or have robotic hand gestures. കൈകളിങ്ങനെ കെട്ടി ഹോൾഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴും അത്ര ഒരു നല്ല ഹാബിറ്റായിട്ട് പറയാറില്ല. ഓക്കെ, നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം ആ മീറ്റിങ്ങിനെ കാണാൻ. എന്നാൽ നമ്മൾ സീരിയസ് ആണെന്ന് തോന്നണം. നമ്മൾ ആ പറയുന്ന പോയിൻറ്റ്സിന് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നണം. അപ്പോൾ അവിടെ ഒരു ലേഡിയുടെ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലേഡി, ഷീ ഈസ് ടോക്കിംഗ് സംതിങ് ഇൻട്രസ്റ്റിംഗ് എന്ന് നമുക്കത് കാണുമ്പോൾ തോന്നും. So if you see someone who are slouched over and they are not blinking or reacting in any way, it is easy to assume that they are not at all listening. നമ്മൾ പറഞ്ഞു സിറ്റ് സ്ട്രെയിറ്റ്, ഷോൾഡർ കീപ്പ് സ്ട്രെയിറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഒന്നും മിണ്ടാതെ കണ്ണ് പോലും അനക്കാതെ ഇരുന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്ന്. അപ്പോൾ എന്ന് പറയുന്ന പോയിൻറ്റ്സിന് ഒന്ന് തലയാട്ടുക, ഇടയ്ക്ക് നമുക്ക് ഒന്ന് പറയുന്ന ഇപ്പോൾ ഒരു ജോക്ക് പറഞ്ഞാൽ അതിന് റെസ്പോൺസായിട്ടൊന്ന് ചിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കോ പാർട്ടിസിപ്പൻസ് നമ്മൾ ശ്രദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ വി ആർ എൻഗേജ്ഡ് ഇൻ ദ മീറ്റിംഗ് എന്നുള്ളത് അവരെ മനസ്സിലാക്കിപ്പിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്. ആൻഡ് ഓൾസോ ഡോണ്ട് ക്രോസ് യുവർ ആംസ് ആസ് ദിസ് മീൻസ് യു ആർ നോട്ട് മച്ച് പേയിങ് അറ്റൻഷൻ ടു ദ കൺവെർസേഷൻ എന്നാണ് പറയാം. അതുപോലെ തന്നെ റിലാക്സ് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബാക്കിലേക്ക് ലീൻ ചെയ്തിരിക്കുന്നതിനേക്കാളും സീറ്റിൻ്റെ എഡ്ജിലേക്കൊന്ന് കയറി സ്ട്രെയിറ്റ് ആയിട്ട്, എന്നാൽ വല്ലാണ്ട് എഡ്ജിലിരിക്കുന്നതും ഒരു പ്രൊഫഷണലിസം അല്ല. കാണുന്ന കുറച്ച് ഫിഗേഴ്സ് ക്ലിയർ ആണ്. ഇപ്പോൾ നമ്മൾ ക്രോസ് ആംസ് വെച്ച് വേറെ എവിടേക്കോ നോക്കിയിരുന്നാൽ നമ്മൾ മീറ്റിങ്ങിന് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നില്ല. അതുപോലെ കുറച്ച് ബോഡി ലാംഗ്വേജസ് താഴെ ഫിഗേഴ്സും കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരുപാട് നമ്മളെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ വളരെ ഡള്ളായിട്ടിരിക്കുക, ഹെയർസ് ഒന്നും കോംബ് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ ഒരു ഡൾ അപ്പിയറൻസിൽ ക്ഷീണിച്ച പോലെ, മേ ബി യു ആർ ടയേർഡ്. കുറേ മീറ്റിങ്സിന് ശേഷമായിരിക്കും നമ്മൾ ഈ മീറ്റിങ്ങിന് ഇരിക്കുന്നുണ്ടായിരിക്കുക. ബട്ട് ഈവൻ ദാറ്റ് ഷുഡ് നോട്ട് ബി റിഫ്ലക്റ്റഡ് ഓൺ യുവർ ബോഡി ലാംഗ്വേജ്. ആൻഡ് നെക്സ്റ്റ് ഈസ് വാർഡ്രോബ്സ്. നമ്മുടെ ഡ്രസ്സിങ് ആണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും എന്താ പറയുക, ഒരു രസകരമായൊരു കോട്ട് തന്നെയുണ്ട് ഓൺലൈൻ മീറ്റിങ്സിനെ കുറിച്ച്. ബിസിനസ് ഓൺ ദ ടോപ്പ് ആൻഡ് ഫൺ ഓൺ ദ ബോട്ടം എന്നാണ് പറയുക. അതായത് നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് മീറ്റിങ്സ് കൂടുതലും അറ്റൻഡ് ചെയ്യുന്നത്. സോ വി ഷുഡ് നോട്ട് ബോദർ അബൌട്ട് യുവർ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്, അല്ലേ? നമ്മുടെ ഫസ്റ്റ് അപ്പർ ബോട്ടമാണ് കാണുന്നുള്ളൂ. സോ നമ്മൾ ആ അപ്പർ ബോട്ടം വിസിബിളായിട്ട പോർഷൻ വളരെ ഫോർമലായിട്ട് വേണം നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് ആ ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു ലേഡി വളരെ ഫോർമൽ ഡ്രസ് കോഡാണ് അപ്പർ ഹാഫ്. എന്നാൽ നെക്സ്റ്റ് ബോട്ടം വളരെ ഫ്ലോറൽ ഡിസൈൻസും വളരെ ഇൻഫോർമലായിട്ടുള്ള ഷൂസും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അതിൽ പ്രോബ്ലം ഇല്ല, കാരണം നമ്മളെ കാണുന്നില്ല. ബട്ട് അപ്പർ ഹാഫ് ഷുഡ് ബി വെരി ഫോർമൽ. ഫോർമൽ ഡ്രസ് കോഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗേൾസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ചാണെങ്കിൽ
ഒരു വളരെ ഫോമലായിട്ട് നിങ്ങളുടെ മീറ്റിങ്ങിൻ്റെ റെലവൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഡ്രസ്സപ്പ് ചെയ്യാം. സാരീസോ അല്ലെങ്കിൽ എന്താ പറയുക ഫോർമൽ പ്രസൻറ്റേഷൻ സ്റ്റൈലിലുള്ള ഫോർമൽ ഡ്രസ്സോ. പക്ഷേ ഒരിക്കലും ഫ്ലോറൽ ഡിസൈൻസ്, തേർഡ് പേഴ്സൺ ഇവിടെ കാണുന്ന ഈ ഒരു ലേഡി ഇട്ടിരിക്കുന്ന പോലെ ഒരു ഫ്ലോറൽ ഡിസൈൻസോ ഭയങ്കര ഡാർക്ക് ഷൈനിങ് കളേഴ്സുള്ള ഡ്രസ്സസൊന്നും ഒരിക്കലും ഓൺലൈൻ മീറ്റിങ്ങിന് പ്രിഫർ ചെയ്യുന്നില്ല. സെയിം ഈസ് ദ കേസ് ഓഫ് മെൻ ഓൾസോ. ഓൾവേസ് ട്രൈ ടു വെയർ ഫോർമൽ ഡ്രസ് കോഡ്സ്. ഷർട്ട്സ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ സ്യൂട്ടിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ കോമ്പിനേഷൻസൊക്കെ, അതായത് ഒരു ബ്ലൂ, മെറൂൺ, അതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഗ്രീൻ കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫോർമലായിട്ടുള്ള ഡ്രസ് കോഡ്സും കളേഴ്സും സെലക്ട് ചെയ്യുക. ഈ ഒരു ബ്രൈറ്റ് കളേഴ്സ്, ഷൈനിങ് കളേഴ്സൊന്നും ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക. And next is about technical preparations. Spectacular achievement is always preceded by unspectacular preparation എന്നാണ് പറയുക. കുറേ അധികം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. നമുക്ക് തോന്നും നമ്മൾ ഒരുപാട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു, വി ആർ വെരി മച്ച് ഫെമിലിയർ എന്ന് തോന്നിയാലും പല മീറ്റിങ്സും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ മനസ്സിലേക്ക് വരും. ചിലവരുടെ ഒരു ഇരുട്ടത്തിരുന്ന് പ്രസൻറ്റ് ചെയ്യുന്ന പോലെ, ചിലവർ വളരെ പ്രിപ്പയർഡായിട്ട് ടോക്കൊക്കെ തുടങ്ങി, പക്ഷെ വീഡിയോ പ്ലേ ആവുന്നില്ല, ഓഡിയോ ക്ലിയർ അല്ല, ഡാറ്റയുടെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ അവർ എന്താ പറയുക ഓഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇയർഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നത് നമുക്കൊന്നും കേൾക്കില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുള്ള പല മീറ്റിങ്സ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. So let us look on to the points to be kept in our mind while making technical preparation. Technical preparations means the main examinations and verifications that has to be done before we start an online meeting. As we all know that a winning effort begins with a great preparation. Here also there are many examinations and verifications and many tests and many trials before we start an online meeting to have a successful meeting. As we have already told that eye contact has a very important influence on online meeting, and we have already told that we have to look onto the camera while we are having a face-to-face interaction, while if we are having a group interaction you can face on the screen. Some may not be comfortable at looking camera while having a one-to-one meeting. Automatically our eyes falls on the screen. In that situation, you can do one thing. Always keep your system in a little elevated position. അതായത് നമ്മൾ സിസ്റ്റം വയ്ക്കുന്ന സമയത്ത് അത് കുറച്ച് ബുക്സിൻ്റെ മുകളിലോ, അതായത് കുറച്ചൊന്ന് ഉയർത്തി നമ്മുടെ ഐ ലെവലിന് നേരെ വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഐ കോണ്ടാക്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ദാറ്റ് ഈസ് എ ഗുഡ് പ്രിപ്പറേഷൻ ടു ബി ഡൺ. അപ്പോൾ നമുക്ക് ഓഡിയൻസിനെ കറക്റ്റായിട്ട് ഫേസ് ചെയ്യുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ യു ഷുഡ് നോട്ട് ബി സോ മച്ച് ക്ലോസർ ഓർ യു മസ്റ്റ് നോട്ട് ബി സോ മച്ച് ഫാർ ഫ്രം ദ സിസ്റ്റം. ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തോ ഒരു ടെൻസ്ഡ് ആയിട്ട് ഒരു പ്രഷറൈസ്ഡ് മാനറിൽ ഇരിക്കുന്ന പോലെ തോന്നും. ആൻഡ് വെൻ വി ആർ വെരി ഫാർ ഫ്രം ദ സിസ്റ്റം it looks like as we are not interested, we are in a relaxed manner, not at all paying so much attention to the meeting. So you have to keep a healthy distance and always try to face light. നമ്മൾ പല മീറ്റിങ്ങിലും നമുക്ക് തന്നെ സംഭവിക്കാറുണ്ട്, നമ്മളൊരു ഇരുട്ടിലിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് അവസാനം നമുക്ക് തോന്നും. നമ്മൾ ലൈറ്റൊക്കെ ഉള്ള റൂമിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക, ബട്ട് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈറ്റിംഗ് പ്രോപ്പറായിരിക്കില്ല. അപ്പോൾ എപ്പോഴും ശരിക്കും നമ്മൾ ലൈറ്റിനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കേണ്ടത്. ലൈറ്റിനെ ഫേസ് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും നോർമൽ നാച്ചുറൽ ലൈറ്റ് ആയിരിക്കും നല്ലത്. ഇനി അതല്ലാത്ത ഫെസിലിറ്റീസ് ഇല്ലാത്ത റൂമാണെങ്കിൽ യു ക്യാൻ ചൂസ് ഇലക്ട്രിക് ബൾബ്സ്. ബട്ട് നമ്മൾ സൂര്യൻ്റെ വെളിച്ചത്തിനെ അല്ലെങ്കിൽ ഒരു വിൻഡോനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ be careful that the sun rays may not affect your eye contacts. അതായത് നമ്മുടെ ഐസ് ബ്ലിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യാനോ ഒന്നും വരാത്ത രീതിയിൽ ലൈറ്റ് ഫേസ് ചെയ്യുന്നത് നല്ലതാണ്, ബട്ട് യു മസ്റ്റ് ബി കെയർഫുൾ. ആൻഡ് ഓൾസോ you have to check all your videos prior to the meeting
പ്രോപ്പറായിട്ടുള്ള പൊസിഷൻസിലല്ലേ നമ്മൾ വീഡിയോസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് പ്രോപ്പറായിട്ട് പ്ലേ ചെയ്യുന്നതിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടോ, നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് മാച്ച് ചെയ്യാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അതിലത്തെ സെറ്റിങ്സുമായിട്ട് മാച്ച് ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും വീഡിയോസ് എടുക്കുന്നുണ്ടോ. Unless and until you check your videos once the meeting has started, and if the video is not playing properly, the entire meeting will be in a utter failure. അതായത് നമ്മളും കൺഫ്യൂസ്ഡ് ആവും, ടെൻസ്ഡ് ആവും ആ വീഡിയോ പ്ലേ ചെയ്യാണ്ടാവുമ്പോൾ. അപ്പോൾ അതൊക്കെ എപ്പോഴും മുൻപേ നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ സൗണ്ട്, വോയിസ് ഷുഡ് ബി ക്രിസ്പ് ആൻഡ് ക്ലിയർ. നമ്മുടെ വോയിസ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി നോർമലായിട്ടുള്ള വോയിസിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഓക്കെ. But you have to make your audio very perfect. അപ്പോൾ നമ്മുടെ ഓഡിയോസ് നമ്മൾ ചെക്ക് ചെയ്യണം, നമ്മുടെ മൈക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. അതർവൈസ് ഇറ്റ് ഡിസ്ട്രോയ്സ് യുവർ പ്രൊഫഷണലിസം. അതുപോലെ ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന റൂമിൽ സംടൈംസ് വി മേ ബി സിറ്റിങ് ഇൻ അവർ ഓഫീസ് റൂം, ബട്ട് ഇൻ ദ വരാന്ത ചിലപ്പോൾ മ്യൂസിക്സ് പോകുന്നുണ്ടാവും, എന്തെങ്കിലും പ്രൊസഷൻസ് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളങ്ങളുണ്ടാവും. സോ ട്രൈ ടു ക്ലോസ് യുവർ വിൻഡോസ് ആൻഡ് ഡോർസ് ആൻഡ് മേക്ക് എ കാം എൻവിറോൺമെൻറ്റ്. നമ്മുടെ റൂമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മ്യൂസിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാം. നമ്മുടെ മൊബൈൽസ് ഓഫ് ചെയ്യുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ദ ഡിസ്റ്റർബൻസസ് ഫ്രം ദ ഔട്ട്സൈഡ് ആൻഡ് ഫ്രം ഇൻസൈഡ് ഷുഡ് ബി ബ്ലോക്ക്ഡ്. ആൻഡ് ഓൾവേസ് ട്രൈ ടു യൂസ് ഹെഡ്ഫോൺസ് വെച്ചില്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വെബിനാറിലോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ദ വോയിസ് ഫ്രം ദ അതർ സൈഡ് വിൽ നോട്ട് ബി ഓഡിബിൾ ടു യു ക്ലിയർലി. Always try to use good quality headphones, good quality mics. And also the main important thing is that you should have a trial with your friends, a live trial. ശരിക്കും നമ്മൾ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങളുടെ മീറ്റിംഗ് ഹോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ കറക്റ്റ് പാർട്ടിസിപ്പൻസ്, അതായത് ആരൊക്കെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഇൻക്ലൂഡ് ദം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ലൈവ് ഡെമോ എപ്പോഴും നിങ്ങൾ നടത്തിയിട്ടുണ്ടാവണം, അറ്റ്ലീസ്റ്റ് 20 minutes ബിഫോർ. 5 minutes ബിഫോറൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതും വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സമയത്ത് ടെൻസ്ഡ് ആവും. അപ്പോൾ ഒരു 20-25 minutes മുമ്പ് നമ്മൾ ട്രയൽ ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് പ്രോപ്പർ ടൈം കിട്ടും. സോ ഓൾവേസ് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ ട്രയൽ ബിഫോർ യുവർ ഓൺലൈൻ മീറ്റിംഗ്. അതിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഇരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഓഡിയോസ്, നിങ്ങളുടെ റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ, ബാക്ക്ഗ്രൗണ്ടൊക്കെ എപ്പോഴും പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അല്ലെങ്കിൽ പ്ലെയിൻ ആവണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ. നല്ലൊരു വാൾ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടെക്സ്റ്റിനോട് മാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊരു വളരെ ടെക്നിക്കൽ ഒഫീഷ്യലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സീനറി ഒക്കെ ഇട്ട് ഇരിക്കുന്നത് അത്ര മാച്ചിങ് ആയിരിക്കില്ല. Instead of that you can sit in front of a very good library shelf. അങ്ങനെയൊക്കെ നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഫിക്സ് ചെയ്യാം. ഇഫ് യു ആർ ചാറ്റിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ഒരു ഇൻഫോർമൽ മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഔട്ട്ഡോറിൽ മീൻസ് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ബാൽക്കണിയിലോ അങ്ങനെയൊക്കെ നമുക്ക് ഇരിക്കാം, ഒരു നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട്. അത് നമ്മുടെ മീറ്റിങ്ങിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും, ഫോർമലാണോ ഇൻഫോർമലാണോ. ഇനി നമ്മൾ ഫോർമൽ തന്നെ പലരും പല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. സോ നമ്മളുടെ ഫീൽഡ് എന്താണ് അതിന് മാച്ചിങ് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിന് നിങ്ങൾ ചൂസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു 95% or 99% your meeting will be a successful one. So first of all, we told about the preparations and mannerisms, and then we told about your eye contact, body postures, your dressings, and finally the technical preparations. Hope this video is very useful to you. നിങ്ങൾക്ക് ആവശ്യം വരുന്ന, അതായത് മെയിൻലി ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ
ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. അല്ലെങ്കിലും നോർമലി സ്റ്റുഡൻറ്റ് ലെവലിൽ നിൽക്കാത്ത ബാക്കി ഏത് എംപ്ലോയീസ് ആയാലും ഏത് ഫീൽഡിലുള്ളവർക്കായാലും ഈ ഒരു വീഡിയോ ഏതെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ഹാവ് എനി സജഷൻസ് ചാറ്റ് ബോക്സിലിടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ. സോ ഇതുപോലുള്ളൊരു എന്താ പറയുക, ഒരു ജനറൽ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും വരാം. Until then, it's me winding. Thank you all.